ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോഴിതാ കട്ട ടാസ്ക് അവസാനിച്ചു. എന്നാൽ ഈ ടാസ്ക് കഴിഞ്ഞതിന് ശേഷം ചില കാര്യങ്ങൾ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നടന്നു എന്ന് തന്നെ പറയാം. ഈ ടാസ്കിൽ ജിൻഡോയും നന്ദനയും ഒരു ടീമിൽ തന്നെയായിരുന്നു. എന്നാൽ അവിടെ ഏറ്റവും കൂടുതൽ കട്ട ശേഖരിച്ചുകൊണ്ട് വന്നത് ജിൻഡോയാണ്. എന്നാൽ നന്ദനയ്ക്ക് അത്രയും കട്ട ശേഖരിച്ചുകൊണ്ട് വരാനായിട്ട് പറ്റിയില്ല. ബസർ അടിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ജിൻഡോയുടെയും നന്ദനയുടെയും എടുത്തുകൊണ്ട് വന്നിരുന്ന കട്ടകൾ തീർന്നുപോയി. കാരണം ജോഡി ജോഡിയായിട്ടുണ്ടെങ്കിൽ മാത്രമേ ആ ചുവരിലൂടെ അപ്പുറത്തേക്ക് ഇടാനായിട്ട് പറ്റത്തുള്ളൂ. ഇവിടെ ജിൻഡോയുടെ മാത്രമേ ഉള്ളായിരുന്നു എക്സ്ട്രാ ആയിട്ടുള്ളത്. നന്ദന എടുത്തുകൊണ്ട് വന്നത് കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ജിൻഡോയുടെ ആ എക്സ്ട്രാ ആയിട്ടുള്ളത് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിരുന്നു. റെഡ് കട്ടകളായിരുന്നു ജിൻഡോയുടേത്. അതിന് മുകളിലേക്ക് മറ്റു ടീമിലെ കട്ടകളൂടെ റിജക്ട് ചെയ്തതോടെ കൊണ്ടിട്ടു. അവസാനം ജിൻഡോ അത് കൗണ്ട് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് 20 കട്ടകൾ വന്നു. 20 കട്ടകൾ വന്നപ്പോൾ ജിൻഡോ അത് പറഞ്ഞു, ഇതുപോലെ ഇത്രയും എക്സ്ട്രാ 20 കട്ട ഞാൻ കൊണ്ടുവന്നു. ടാസ്ക് കഴിഞ്ഞതിന് ശേഷം അഭിഷേക്, ജിൻഡോ, സായി, സിജോ ഒക്കെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ്. അതിനിടയിൽ പറയുകയാണ്, 20 കട്ട കൊണ്ടുവന്നതിൽ അതുകൂടെ ഞങ്ങൾക്ക് ഇടാൻ പറ്റിയിരുന്നെങ്കിൽ ഞങ്ങൾ വിജയിച്ചേനെ എന്ന രീതിയിൽ അവിടെ ജിൻഡോ പറയുന്നുണ്ട്. എന്നാൽ ഇതിനെ വേറൊരു രീതിയിൽ സിജോ ചിത്രീകരിച്ച് നന്ദനയോടടുത്ത് പറയുന്നുണ്ട്. അവിടെ ഇരുന്ന് ഇങ്ങനെ പറയുകയാണ്, നന്ദന കൊണ്ടുവരാത്തത് കൊണ്ടാണ് ആ ടീം തോറ്റുപോയത് എന്നുള്ള, അല്ലെങ്കിൽ ആ ടീമിന് പോയിന്റ് നേടാൻ പറ്റാതെ പോയി എന്ന രീതിയിൽ സിജോ അതിനെ ഒന്ന് വഴി തെറ്റിച്ച് പോകുന്നുണ്ട്. അവിടെ സിജോ പറയുന്നുണ്ട്, നിങ്ങൾ 20 കട്ട കൊണ്ടുവന്നിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഓരോരുത്തരുടെ കട്ട, അതായത് റിജക്ട് ചെയ്ത കട്ടയെല്ലാം മൈനസ് ചെയ്തപ്പോൾ 7 കട്ട എക്സ്ട്രാ കൊണ്ടുവന്നല്ലോ എന്നുള്ള രീതിയിലേക്ക് എത്തി. എന്നാൽ ഇവിടെ കൂടുതലായിട്ട് നന്ദന കൊണ്ടുവന്നില്ല എന്ന രീതിയിലേക്ക് ചർച്ചയെ കൊണ്ടെത്തിക്കുകയായിരുന്നു അവിടെ സിജോ ചെയ്തത്. അപ്പോഴത്തേനും നന്ദന വന്നിട്ട് ജിൻഡോയോട് പറയുന്നുണ്ട്, തൊള്ളയടയ്ക്ക് ഞാൻ ആ മൊട്ട ടാസ്കിൽ ഞാൻ നല്ല രീതിയിൽ കൊണ്ടുവന്നിട്ടല്ലേ വിജയിച്ച് എന്ന രീതിയിൽ അങ്ങ് പൊട്ടിത്തെറിക്കുന്നുണ്ട്. ജിൻഡോ പറയുന്നുണ്ട്, ഞാൻ നിന്നെ കുറിച്ചൊന്നും പറഞ്ഞില്ല, നിന്റെ പേര് പോലും പറഞ്ഞില്ല, പിന്നെ നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ വർത്തമാനം പറയുന്നതെന്ന് ചോദിക്കുന്നു. എന്നിട്ട് പറയുന്നു, അഭിഷേകിനോട് സായിയോട് ചോദിച്ചു നോക്കി, ഞാൻ നിന്റെ പേര് പറഞ്ഞോ, നീ കളിക്കാതിരുന്നെന്നോ ഞാൻ പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും ജിൻഡോ പറഞ്ഞിട്ടില്ല എന്ന് അവിടെ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, നന്ദനയുടെ പേര് ഇവിടെ എടുത്തിട്ടത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞതെന്ന് സിജോ അവിടെ പറയുമ്പോൾ അവിടെ അഭിഷേക് പറയുന്നുണ്ട്, ഞാനാണ് നന്ദനയുടെ പേര് പറഞ്ഞതെന്നും പറയുന്നുണ്ട്. എന്നാൽ ഇതിന്റെ ഇടയിൽ കേൾക്കാത്ത പാതി വന്നിട്ട് നന്ദന ജിൻഡോയോട് പറയുന്നുണ്ട് തൊള്ളയടക്കിയെന്ന്. അപ്പോഴത്തേന് ജിൻഡോ നല്ല രീതിയിൽ അങ്ങ് തട്ടി കയറുന്നുണ്ട്. ജിൻഡോ പറയുന്നുണ്ട്, നീ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നീ അങ്ങനെ പറഞ്ഞത്? ഞാൻ നിന്റെ പേര് പോലും പറഞ്ഞില്ല, പിന്നെ നീ തൊള്ളയടയ്ക്കാൻ എന്തിനാ പറഞ്ഞെന്ന് പറഞ്ഞപ്പോൾ അവിടെ അഭിഷേകും ആ കാര്യം ഇവിടെ പറഞ്ഞപ്പോഴത്തേനെ സോറി പറയാനായിട്ട് വരുന്നുണ്ട്. ഋഷി ആ സമയത്ത് അവിടോട്ട് വന്നിട്ട് ഇടപെടുന്നുമുണ്ട്. എന്നിട്ട് ജിൻഡോ പറയുന്ന ഒരു കാര്യമുണ്ട്, നീ മൊട്ട ടാസ്കിൽ നല്ല രീതിയിൽ നീ കളിച്ച കാര്യം ഞാൻ ഓൾറെഡി ശ്രീധുവിനോട് പറഞ്ഞിട്ടുണ്ട്. ശ്രീധുവിനെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, ശ്രീധു ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലയോ എന്ന് പറയുമ്പോൾ ശ്രീധു പറയുന്നുണ്ട്, ഇതുപോലെ നീ ഉള്ളത് കൊണ്ട് ആ കളി ജയിച്ചതെന്ന് വരെ നീ നല്ല രീതിയിൽ കളിച്ചു എന്നുമാണ് ജിൻഡോ ചേട്ടൻ പറഞ്ഞതെന്നും പറയുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ജിൻഡോ കിച്ചണിൽ വെച്ച് നന്ദനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നീ ബോധമില്ലാതെ ഓരോ കാര്യത്തിന് പ്രതികരിച്ച് അത് നിനക്ക് തന്നെ ദോഷം ചെയ്യുമെന്ന് നന്ദനയോട് കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കാരണം ഇവിടെ നന്ദനെ ഉപയോഗിച്ചിട്ടാണ് ഈ സിജോ ആയാലും സായി ആയാലും ഇവിടെ ഗെയിം കളിക്കുന്നത്. അത് നന്ദനയ്ക്ക് ഇതുവരെയായിട്ടും മനസ്സിലായിട്ടില്ല. എന്നാൽ ഇവിടെ കൃത്യമായിട്ട് ജിൻഡോയ്ക്ക് ഒരു അടി കൊടുക്കാനായിട്ട് സിജോ അവിടെ തെരഞ്ഞെടുത്തതാണ് നന്ദനെ. പക്ഷെങ്കിൽ നന്ദനെ ഒന്നും അറിയാതെ ഇങ്ങനെ എന്തെങ്കിലും കേട്ട പാതി കേൾക്കാത്ത പാതി അങ്ങ് എടുത്ത് പ്രതികരിക്കുന്ന ഒരു രീതിയാണ്. അത് നിനക്ക് ദോഷം ചെയ്യുമെന്ന് ജിൻഡോ അത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്തുവാണേലും ഇപ്പൊ ആ രീതിയിൽ ഇങ്ങനെ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെ വേറൊരു രീതിയിലേക്ക് ആക്കിക്കൊണ്ടിരിക്കുകയാണ് സിജോയും. അതോടൊപ്പം തന്നെ ഇതിനെ വേറൊരു രീതിയിലേക്ക് കൊണ്ടെത്തിക്കാൻ ശ്രമിക്കുന്ന ഒരാളുകൂടിയാണ് അഭിഷേകും ഇതിനകത്തൊരു കളി കളിക്കുന്നുണ്ട്. എല്ലാം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.